അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ 9-ാം ദിവസത്തെ മജ്ലിസിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അഥവാ അള്ളാഹുവിൻ്റെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു പകലായ അറഫാ ദിവസത്തെ മജ്ലിസിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അറഫാ ദിവസത്തെ പകൽ എന്ന് പറഞ്ഞത് മുഴുവനായിട്ടും ഇബാദത്തിന് വേണ്ടി ചെലവാക്കേണ്ട പകലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച രാവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാവ് വിശുദ്ധമായ റമദാനിലെ ലൈലത്തുൽ ഖദറിന്റെ രാവാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകല് അത് അറഫയുടെ പകലാണ്. ഇബാദത്ത് കൊണ്ട് ധന്യമാക്കേണ്ട ഈ ദിവസത്തിൽ ചെയ്യുന്ന ഏതൊരു സൽപ്രവർത്തനത്തിനും ഇരട്ടിയായി പടച്ച റബ്ബ് പ്രതിഫലം നൽകുന്ന ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് അള്ളാഹു ഒരു ഓഫറായി നൽകിയ ദിവസമാണ് അറഫ. നമ്മൾ മുതലാക്കണം, ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ ദിവസത്തിൽ ചെല്ലേണ്ട പ്രധാനപ്പെട്ടതായ ദിക്റുകൾ, സൂറത്തുകളൊക്കെ ചൊല്ലിയിട്ട് ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കിത്തരട്ടെ. നമ്മളിൽ നിന്ന് പല വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഏവർക്കും നീ ശിഫാ നൽകണേ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ. ഖബർ റാഹത്തിലാക്കി കൊടുക്കണേ. അറഫാ ദിനം കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ, മുൻകാലങ്ങളിലെ ദുൽഹിജ്ജ 9-ന് മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനാത്തുകൾക്ക് വേണ്ടി, ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവരാണെങ്കിലും അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയതായ സൂറത്തുൽ ഫാത്തിഹ കബൂലാക്കണേ. അതിൻ്റെ സവാബിൻ്റെ മിസ്ല് ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ ദുൽഹിജ്ജ 9-ന് മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനാത്തുൽ അർവാഹിലേക്കും എത്തിക്കണേ. ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് മൺമറഞ്ഞിട്ടുണ്ട് റബ്ബേ, അവരുടെ അർവാഹിലേക്കും എത്തിക്കണേ. അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ. ഖബർ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് അവർക്കും ഞങ്ങൾക്കും നിന്റെ റഹ്മത്ത് കൊണ്ട് നൽകണേ അല്ലാഹ്. നരകം ഹറാമാക്കണേ റബ്ബേ. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന് നീ ബറക്കത്തും റാഹത്തും വിജയവും നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള വലിയ ഹിഫ്ള് ലഭിക്കാൻ, സംരക്ഷണം ലഭിക്കാൻ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തായ ആയത്തുൽ കുർസി പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ ആയത്തുൽ കുർസി സ്വീകരിക്കണേ. അല്ലാഹുവേ, ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് ശർറായ എല്ലാ ഖളാഇൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ പെട്ടെന്ന് ഹാസിലാക്കി തരണേ. വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് തരണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ അറഫയുടെ ദിവസം വർദ്ധിപ്പിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ധാരാളമായി ചൊല്ലേണ്ട സൂറത്താണ്. ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ 12 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം.
12 തവണ ഓതുമ്പോൾ 4 തവണ ഖുർആൻ മുഴുവനും ഓതിയതിന് തുല്യമാണ്. അതിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകും. അത് അറഫയുടെ പകലാകുമ്പോൾ അതിന് ശ്രേഷ്ഠത കൂടുതലാണ്. റബ്ബ് നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സദഖല്ലാഹുൽ അലിയുൽ അളീം. കബൂലാക്കണേ റബ്ബേ. സൂറത്തുൽ ഇഖ്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് കറകളഞ്ഞ ഈമാനും തഖ്വയും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. അറഫാ ദിനം കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് വിശുദ്ധമായ അറഫയുടെ ദിവസം വർദ്ധിപ്പിക്കേണ്ട ഹബീബായ തങ്ങൾ പഠിപ്പിച്ച മഹാന്മാര് ചൊല്ലിയതായ ദിക്ർ നമുക്ക് 16 തവണ ചൊല്ലാം. അല്ലാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ചൊല്ലിക്കോളൂ. വളരെ ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. അല്ലാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير.
لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير നാദാ സ്വീകരിക്കണേ റബ്ബേ ശ്രേഷ്ഠമായ ഈ പകലിൽ അല്ലാഹുവേ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ പകല് ഞങ്ങൾ ചൊല്ലിയ ശ്രേഷ്ഠമായ ദിക്റുകൾക്ക് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകണേ നിന്റെ പൊരുത്തം നൽകണേ അല്ലാ ഖൈറിന്റെ അഹ്ലികാരി ഞങ്ങളെ ചേർക്കണേ ഞങ്ങളെ മക്കളെ ചേർക്കണേ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും എല്ലാ കാര്യത്തിലും നീ ബറക്കത്തും വിജയവും നൽകണേ അല്ലാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് ശ്രേഷ്ഠമായ ഇന്നത്തെ പകലിൽ വർദ്ധിപ്പിക്കേണ്ട ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്ർ എന്ന് വിശേഷിപ്പിച്ച ഖുർആൻ ബാഖിയാത്ത് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞ ശ്രേഷ്ഠമായ തുല്യതയില്ലാത്ത ദിക്ർ നമുക്ക് ഈ പകലിൽ 21 തവണ ചൊല്ലാം. അല്ലാഹു പൊരുത്തപ്പെട്ടവരിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 സ്വീകരിക്കണേ റബ്ബേ ഖൈറിന്റെ അഹ്ലികാരി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിനെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ. വരും വർഷങ്ങളിൽ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനും ഹബീബായ തങ്ങളെ സന്ദർശിക്കാനും ഞങ്ങൾക്കേവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് 5 തവണ സ്വലാത്തുൽ ഇബ്രാഹിമിയ ചൊല്ലാം. സ്വലാത്തിയുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്താണത്.
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ഹാജറ ബീബി റളിയല്ലാഹു അൻഹയുടെയും സ്മരണകൾ ഉയർന്നു നിൽക്കുന്ന മാസമാണല്ലോ ദുൽഹിജ്ജ മാസം. ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും അവരെ ഓർമ്മിക്കുന്നതാണല്ലോ. ആയതിനാൽ ബഹുമാനപ്പെട്ടവരുടെ മേലുള്ള സ്വലാത്തുൽ ഇബ്രാഹിം നമുക്ക് ചൊല്ലാം. നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് മനസ്സിൽ കരുതിക്കൊണ്ട് ചൊല്ലിക്കോളൂ. അല്ലാഹു നമുക്ക് സഫലീകരിച്ചു തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. കബൂലാക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും ഹാജറ ബീബിയോടും ഞങ്ങളുടെ മനസ്സിൽ മഹബത്ത് നൽകണേ അല്ലാഹ്. അവരുടെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകണേ അല്ലാഹ്. അവരുടെ ബറക്കത്ത് കൊണ്ട് സ്വലാത്തുൽ ഇബ്രാഹിമിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരണേ. വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സങ്കടങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ബഹുമാനപ്പെട്ട ഖിദ്ർ നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അവിടുത്തെ ഒരു ദിക്റുണ്ട്, വളരെ മഹത്വമുള്ള ദിക്റാണ്. ഒരുപാട് ഫലങ്ങൾ ലഭിക്കുന്ന, മുറാദുകൾ ഹാസിലായി കിട്ടുന്ന, രോഗങ്ങൾക്ക് ശിഫ നൽകാൻ പ്രാപ്തമായ ആ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഖൈറുകളൊക്കെ നൽകുന്ന മഹത്തായ ശ്രേഷ്ഠമായ ദിക്റാണ്. 3 തവണ നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹു കുല്ലു നിഅമത്തിൻ മിനല്ലാഹ് മാഷാ അല്ലാഹുൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹു ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹു കുല്ലു നിഅമത്തിൻ മിനല്ലാഹ് മാഷാ അല്ലാഹുൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹു ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹു കുല്ലു നിഅമത്തിൻ മിനല്ലാഹ് മാഷാ അല്ലാഹുൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹു ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. പടച്ചവനെ, എല്ലാ നന്മയും നിന്റെ കൈകളിലാണ്.
എല്ലാ ഷെറിനെയും തിരിച്ചു കളയുന്നവൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങൾക്ക് നീ ഖൈറ് നൽകണേ. എല്ലാ ഷെറിനെ തൊട്ടും ഞങ്ങൾക്ക് നീ കാവല് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് മഹത്തായ ഈ അറഫയുടെ ദിനത്തിൽ ചൊല്ലേണ്ട ശ്രേഷ്ഠമായൊരു പ്രാർത്ഥനയുണ്ട്. ഒരു തവണ നമുക്ക് ആ പ്രാർത്ഥന നിർവഹിക്കാം. സ്ക്രീൻ നോക്കിയിട്ട് തെറ്റാതെ അക്ഷരശുദ്ധിയോടുകൂടെ ചൊല്ലിക്കോളൂ. അല്ലാഹു നമുക്കൊക്കെ വലിയ ഖൈറ് നൽകട്ടെ. നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വിജയത്തിലാക്കി തരട്ടെ. അറഫാ ദിനത്തെ പരിഗണിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളുടെ പേരും രേഖപ്പെടുത്തി തരട്ടെ. ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. اللهم اجعل في قلبي نورا وفي سمعي نورا وفي بصري نورا. اللهم اشرح لي صدري ويسر لي أمري. اللهم إني أعوذ بك من وسواس الصدر وفتنة القبر وشتات الأمر. اللهم إني أعوذ بك من شر ما يلج في الليل ومن شر ما يلج في النهار ومن شر ما تهب به الرياح ومن شر بوائق الدهر. കബൂലാക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ ഹൃദയത്തിന് നീ പ്രകാശം നൽകണേ. ഞങ്ങളുടെ കാഴ്ചക്ക് നീ പ്രകാശം നൽകണേ. ഞങ്ങളുടെ കേൾവിയിൽ നീ പ്രകാശം നൽകണേ. ഞങ്ങളുടെ കാര്യങ്ങൾ എളുപ്പത്തിലാക്കി തരണേ. ഞങ്ങളുടെ മനസ്സ് വിശാലമാക്കി തരണേ അല്ലാ. എല്ലാ ഷർറുകളിൽ നിന്നും വസുവാസുകളിൽ നിന്നും ഖബറിന്റെ ഫിത്നകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും കാത്ത് രക്ഷിക്കണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഇന്നത്തെ ദിവസത്തിൽ ചൊല്ലേണ്ട ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് 33 തവണ ചൊല്ലാം. അല്ലാഹു നമുക്ക് അവിടത്തോട് മഹബ്ബത്ത് ഏറ്റി നൽകട്ടെ. ധാരാളമായി ആരംഭ ഹബീബിന്റെ മേലെ സ്വലാത്ത് ചൊല്ലുന്ന ആശിക്കീങ്ങളിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 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 ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഒരു തവണ നമുക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലാം. ശ്രേഷ്ഠമായ പകലാണല്ലോ, ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂ ലക ബിനിഅമതിക അലയ്യ അബൂ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. 33 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലാം. ദോഷങ്ങൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കേണ്ട ദിവസമല്ലേ? മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബേ എനിക്ക് പുറത്തു തരണേ, ഒരുപാട് തെറ്റ് ചെയ്തവനാണ് എന്ന ചിന്തയോടുകൂടി ചൊല്ലിക്കോളൂ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, ശ്രേഷ്ഠമായ പകലില് ശ്രേഷ്ഠമായ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് സൂറത്തുകളൊക്കെ ഓതിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഹബീബായ തങ്ങളെ മേലെ സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ഈ സമയത്തുള്ള ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു പകലാണ്. റബ്ബിനോട് ധാരാളമായി തേടേണ്ട പകലാണ്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയുക. നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ പല വിധത്തിലുള്ള വിഷമങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. പലരും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ നൽകട്ടെ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم على رسولك سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه سيدنا محمد صلى الله عليه وسلم. അല്ലാഹുവേ, ഈ ശ്രേഷ്ഠമായ പകലിൽ ഞങ്ങൾ ചൊല്ലിയതായ ദിക്റുകളും ഓതിയ സൂറത്തുകളുമെല്ലാം സ്വലാത്തുകളുമൊക്കെ കബൂലാക്കണേ അല്ലാ.
പോരായ്മകളും തെറ്റുകളൊക്കെ പുറത്തു തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ സ്വീകാര്യത നൽകണേ റബ്ബേ. നീ പൊരുത്തപ്പെട്ട അടിയാറുകളിൽ ഞങ്ങളെ ചേർക്കണേ റബ്ബേ. ഇതിൻ്റെയൊക്കെ സവാബിൻ നബിസില് ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് എത്തിച്ചു കൊടുക്കണേ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലേക്ക് എത്തിച്ചു കൊടുക്കണേ. മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ. ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കന്മാരുടെയും ബദരീങ്ങളുടെയും ഔലിയാക്കന്മാരുടെയും ശുഹദാക്കളുടെയും സിദ്ദീഖീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും അർവാഹിലേക്ക് എത്തിച്ചു കൊടുക്കണേ. ഞങ്ങളുടെ ഉസ്താദുമാര് മശായിഖന്മാരുടെ അർവാഹിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അവരുടെ ഉഖറവിയായ ദറജ ഉയർത്തണേ അല്ലാ. പടച്ചോനെ, അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാ. അവരുടെ ബറക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയതായ ദിക്റുകളുടെ സൂറത്തുകളുടെ സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ തേട്ടം നീ കബൂലാക്കണേ അല്ലാ. ഒരുപാട് തെറ്റ് ചെയ്തവരാണ്, പുറത്തു തരണേ അല്ലാ. ഹൃദയം മോശപ്പെട്ടവരാണ്, ശുദ്ധിയാക്കി തരണേ അല്ലാ. ഈമാന് കുറഞ്ഞവരാണ്, പൂർണ്ണമാക്കി തരണേ അല്ലാ. കാമിലായ ദൃഢമായ ഈമാൻ കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നീ മനോഹരമാക്കി തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചോനെ, സ്വാലിഹായ ബുദ്ധി, നല്ല ബുദ്ധി കൂർമ്മത അവർക്ക് നീ നൽകണേ അല്ലാ. ഭൗതികവും ഉഖ്റവിയുമായ പുരോഗതി അവർക്ക് നീ നൽകണേ അല്ലാ. പടച്ചവനെ, മക്കളെ ഒരു ഫിത്നയിലും നീ പെടുത്തല്ല അല്ലാ. പടച്ചവനെ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനും മർദിയായ സിയാറത്തിനും ഞങ്ങൾക്ക് ഒരുപാട് തവണ നീ ഭാഗ്യം നൽകണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹുവേ, അവർക്കൊക്കെ നീ മഖ്ബൂലും മബ്റൂറുമായ രൂപത്തിൽ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, അവരുടെ ഹജ്ജുകൾ നീ സ്വീകരിക്കുന്ന ഹജ്ജുകളാക്കണേ. പടച്ചവനെ, അവരുടെയൊക്കെ പ്രാർത്ഥനയിൽ, അവരുടെയൊക്കെ ദുആയിൽ സാധുക്കളായ ഞങ്ങൾക്കും ഒരു സ്ഥാനം നൽകണേ അല്ലാ. അവരുടെയൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്കും ഒരു സ്ഥാനം നൽകണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട്, വിഷമങ്ങളുള്ളവർ ഈ മജ്ലിസിലുണ്ട് റബ്ബേ. പലരും ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാദാ, ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ശാരീരിക മാനസിക രോഗങ്ങളും ശിഫയാക്കി തരണേ അല്ലാ. മാരക രോഗങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല റബ്ബേ. കടങ്ങൾ ഒരുപാട് ഉള്ളവരുണ്ട് റബ്ബേ. ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടാനുള്ള വഴികൾ പെട്ടെന്ന് തുറന്നു തരണേ റബ്ബേ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. വീണ്ടും മക്കൾ ആഗ്രഹിക്കുന്നവർക്ക് നീ ഹൈറായ സ്വാലിഹീങ്ങളായ ആരോഗ്യമുള്ള നല്ല മക്കളെ നൽകണേ റഹ്മാനേ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ലാ. വിവാഹം പ്രായമെത്തിയിട്ടും വിവാഹം ശരിയാവാത്ത ചെറുപ്പക്കാർ, അവർക്ക് നീ സ്വാലിഹീങ്ങളായ ഇണയ നൽകണേ, ഹൈറായ ബന്ധം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ. ഞങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ വീട്ടിൽ ബറക്കത്ത് നൽകണേ. ഞങ്ങളുടെ മക്കളിൽ ബറക്കത്ത് നൽകണേ. ഇണയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ ജോലിയിൽ, ഞങ്ങളുടെ ഭർത്താവിന്റെ ജോലിയിൽ, ഞങ്ങളുടെ പിതാവിന്റെ ജോലിയിലേക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്നതായ ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക് നീ സലാമത്തും ഖൈറും നൽകണേ അല്ലാ. അവർക്ക് നീ റാഹത്ത് നൽകണേ റഹ്മാനേ. മല പോലെ വരുന്ന ആഫത്തുകളെയും മഞ്ഞു പോലെയായി ദൂരീകരിക്കണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ. അവർക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഹബീബായ തങ്ങളെ കാണാനും അവിടത്തെ ഒരുപാട് തവണ സിയാറത്ത് ചെയ്യാനും ഭാഗ്യം നൽകണേ. മഹത്തുക്കളായ മശായിഖന്മാര്, ജീവിച്ചിരിക്കുന്ന മശായിഖന്മാരിലേക്ക് ഞങ്ങളെ നീ അടുപ്പിച്ചു തരണേ അല്ലാ. മരണപ്പെട്ടു പോയ മശായിഖന്മാർ, ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്യാനും അവരുമായി അടുപ്പം സ്ഥാപിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ.
പടച്ചവനെ ഞങ്ങളെ ശിഷ്യന്മാരൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളൊരു രംഗത്തും പരാജയപ്പെടുത്തല്ല അല്ലാ. പടച്ചവനെ വിജയികളുടെ ലിസ്റ്റ് ഞങ്ങളെ പേരെഴുതണേ അല്ലാ. ഞങ്ങൾ ആരെങ്കിലും പരാജയ ലിസ്റ്റിലുണ്ടെങ്കിൽ ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് വിജയികളിലേക്ക് മാറ്റി എഴുതണേ അല്ലാ. ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് എത്തിക്ക് ചെല്ലുന്ന, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ശ്രേഷ്ഠമായ ദിവസമാണല്ലോ അറഫ. ആ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ചേർക്കണേ അല്ലാ. അല്ലാഹുവേ, അപകടങ്ങളെ തൊട്ട് കാക്കണേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ. ഞങ്ങൾക്ക് നീ ക്യാൻസർ തരല്ല റബ്ബേ, അറ്റാക്ക് തരല്ല അല്ലാ. ഒരു ഭാഗം തളർന്നു പോകുന്ന, ശരീരം കുഴഞ്ഞു പോകുന്ന അവസ്ഥ തരല്ല റബ്ബേ. കിഡ്നിയുടെ രോഗങ്ങൾ തരല്ല റബ്ബേ, ലിവറിന്റെ രോഗം തരല്ല അല്ലാ. പടച്ചോനെ, പല വേദനകളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. മുട്ടുവേദന, ഊരവേദന, തലവേദന, കാലുവേദന, കയ്യുവേദന. പടച്ചോനെ, എല്ലാ വേദനകൾക്കും ഷാഫിയായ റബ്ബേ നീ പൂർണ്ണമായ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ. എല്ലാ ശർറിനെ തൊട്ട് ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിൽ ചൊല്ലിയതായ ഈ ദിക്റുകളും സലാത്തും സൂറത്തുകളും റബ്ബേ അതിന്റെ സവാബിന്റെ മിസ്ല് ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. അത് ഞങ്ങളെ മാതാപിതാക്കളുണ്ട്, വല്യമ്മമാരുണ്ട്, ഉസ്താദുമാരുണ്ട്, കൂട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്. അള്ളാഹുവേ, അവിടൊക്കെ അർവാഹിലേക്ക് ഇതിന്റെ സവാബിന്റെ മിസ്ല് എത്തിക്കണേ. പടച്ചോനെ, ഈ അറഫാന്റെ ദിവസം ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ അവർക്ക് ഖബറിൽ ആശ്വാസമുള്ളൊരു ദിക്റായി ഞങ്ങൾ ഇന്ന് കബൂലാക്കണേ. അവർക്കും ഞങ്ങൾക്കും നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാ. പടച്ചോനെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് ഓതിയ ചൊല്ലിയതായ ഒരു പ്രാർത്ഥനയുണ്ട്. അത് നമുക്ക് 3 തവണ ചൊല്ലാം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.